പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എത്രമാത്രം കത്തിജ്വലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ തണുത്തുറങ്ങി പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മിലുള്ള തീഷ്ണത നഷ്ടപ്പെട്ടു പോകുന്നത്. കർത്താവിൻ്റെ കൃപ നമ്മിൽ കുറഞ്ഞ് വരുന്നത് നമ്മളറിയാതെ നമ്മെ കാർന്നു തിന്നുന്ന അഹങ്കാരം എന്ന പാപം കൊണ്ടാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 13 മുതലുള്ള വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. 16 തൊട്ടുള്ള വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. വേര് പരിശുദ്ധമാണെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെയാണ്. ഒരു മരത്തിൻ്റെ പുഷ്ടി അതിൻ്റെ വേര് നോക്കി അറിയാമെന്ന്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു തടിയുടെ ഗുണം അതിൻ്റെ വേരിൽ നിന്ന് അറിയാമെന്ന് പറയാറുണ്ട്. വേര് നല്ലതാണെങ്കിൽ തടി നല്ലതായിരിക്കും. വേര് പരിശുദ്ധമാണെങ്കിൽ ശാഖകൾ അങ്ങനെ തന്നെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു തിരുമേനി, വളരെ സീനിയറായിട്ടുള്ളൊരു തിരുമേനി വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഓരോ കാര്യം പറഞ്ഞപ്പോൾ തിരുമേനി എന്നോട് പറയുകയാണ്, തിരുമേനി ഒരു കാര്യം അറിയാമോ, തിരുമേനിയുടെ വിചാരം ദേറായി താമസിക്കുന്നവരെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണമെന്നല്ലേ? ഞാൻ പറഞ്ഞു, അതേ തിരുമേനി, അതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയാമോ? ദേറായിൽ താമസിക്കുന്ന അധിപൻ നല്ലതായാൽ മതി എന്ന് പറഞ്ഞാൽ ലീഡർ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ആര്? അനുയായികൾ. ലീഡർ വിശുദ്ധനാണെങ്കിൽ അനുയായികളും വിശുദ്ധരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെയൊക്കെ കുടുംബനാഥന്മാർ വിശുദ്ധരാണെങ്കിൽ മക്കൾ ആരായിരിക്കും? ഉറപ്പായിട്ടും വിശുദ്ധരായിട്ട് മാറും. അപ്പനും മാതാപിതാക്കന്മാർ വിശുദ്ധരാണെങ്കിൽ മക്കൾ വിശുദ്ധരാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേര് വിശുദ്ധമാണെങ്കിൽ ശാഖകളും വിശുദ്ധമാകും. ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. ഇനി വിശുദ്ധി കളയുന്നത് എന്താണെന്നാണ് തുടർന്ന് പറയുന്നത്. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ച് കളഞ്ഞിട്ട്. ആ നാട്ടിലുള്ള ഇസ്രായേൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് കാണാം, ഇഷ്ടംപോലെ ഒലിവ് മരങ്ങൾ കാണാം. നിങ്ങൾ ഇസ്രായേലിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ, ഒലിവിൻ തോട്ടങ്ങളുണ്ട്. അപ്പോൾ ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ച് കളഞ്ഞിട്ട്, ഒലിവ് നല്ല ഒലിവുണ്ട്, കാട്ടൊലിവുണ്ട്. അതായത് നല്ല ചെടിയുണ്ട്, കാട്ടുചെടിയുണ്ട്. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, നല്ല ഒലിവ് മരമാണ് അവിടെ നിൽക്കുന്നത്, അതിൻ്റെ ശാഖകളൊക്കെ ചിലത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് കാട്ടൊലിവ് ആരാണെന്നറിയാമോ? നമ്മൾ. കാട്ടൊലിവായ നിന്നെ അവിടെ ഒട്ടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വേരിൽ നിന്ന് വരുന്ന ജീവരസം നാം പങ്കുപറ്റുന്നു. അപ്പോൾ വേരിൽ നിന്ന് ഒരു ജീവരസം വരുന്നുണ്ട്, വേരിൽ നിന്നൊരു ജീവൻ വരുന്നുണ്ട്, നമ്മളത് പങ്കുപറ്റുകയാണ്. അങ്ങനെ ആണെങ്കിൽ നീ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. നമ്മൾ ഓർക്കരുത്, ആ മറ്റുള്ളവരുണ്ടല്ലോ, ആ പുറത്ത് നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ ഇത് യഹൂദന്മാരാണെങ്കിൽ യഹൂദന്മാരല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾ, അവരെ നമ്മൾ നോക്കിയിട്ട് പറയരുത് നിങ്ങളെക്കാൾ ഞങ്ങൾ ഭേദമാണ് എന്ന് പറയരുത്. നിങ്ങളെക്കാൾ ഞങ്ങൾ പ്രതാപമുള്ളവരാണ്, നിങ്ങൾ കർത്താവിനെ അറിയുന്നില്ല, ഞങ്ങൾക്ക് കർത്താവിനെ അറിയാം എന്ന് പറയരുത്. അങ്ങനെ അഭിമാനിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഞങ്ങൾ നല്ലതാണ് എന്ന് പറയരുത്. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. വേര് നിന്നെ താങ്ങുകയാണ്, നീ വേരിനെ താങ്ങുകയല്ല. നമ്മുടെ വിചാരം നമ്മളാണ് കർത്താവിനെ കൊണ്ട് നടക്കുന്നത്. കഴുതയുടെ വിചാരം എന്താണ്? കർത്താവിനെ കൊണ്ട് നടക്കുന്നത് ഞാനാണ്. കർത്താവ് ഉള്ളപ്പം എല്ലാം ഉണ്ട്, കർത്താവില്ലാത്തപ്പം ഒന്നുമില്ല. നമ്മുടെ സ്ഥിതി ഇങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന്
ഓർത്തുകൊള്ളണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പരാജയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വിഷമിക്കും, ഓ കഷ്ടമായി പോയല്ലോ, ഞാൻ പഠിച്ചിട്ട് പാസ്സായില്ല, ഞാനത് ചെയ്തിട്ട് ശരിയായില്ല, ഞാൻ ഇന്നിങ്ങനെ ചെയ്തു, അല്ലെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളല്ല വേരിനെ താങ്ങുന്നത്. വേര് നമ്മളെയാണ് താങ്ങുന്നതെങ്കിൽ കർത്താവ് അത് വേണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു തന്നിരിക്കും. നമ്മൾ അതിനെ ഓർത്ത് ആകുലപ്പെടേണ്ട. പൗലോസ്ലീഹ വീണ്ടും പറയുകയാണ്, എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. നമ്മൾ കാട്ടൊലിവാണ്, കാട്ടൊലിവ് നല്ല ഒലിവിൻ്റെ തണ്ടിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചു. അപ്പോൾ നമ്മൾ പറയും, ഇവിടെ കുറേ ശാഖകളുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ടാണ് നമ്മളെ അങ്ങോട്ട് ചേർത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ പറയും, ആ കട്ട് ചെയ്തതില്ലേ, എന്തിനാണെന്നറിയോ കട്ട് ചെയ്തത്? എന്നെ ഇങ്ങോട്ട് ചേർക്കാനല്ലേ ഈ കർത്താവ് മറ്റേതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞത്. നീ അങ്ങനെ പറയുമായിരിക്കും. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു, എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു. അവർക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് അവർ വെട്ടിമുറിക്കപ്പെട്ടു. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നമുക്കെല്ലാം വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കണം. എന്നാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. അപ്പോൾ നമ്മളിലൊക്കെ നമ്മളറിയാതെ വരുന്ന ഈ അഹങ്കാരം, അത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അതിനെതിരെയാണ് നമ്മുടെ ഫൈറ്റ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധമെന്ന് പറയുന്നത് മറ്റുള്ളവർക്കെതിരെയുള്ള യുദ്ധമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു യുദ്ധമാണ്. നമ്മുടെ ഉള്ളിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ഈ ഞാൻ എന്ന ഭാവം, അഹങ്കാരത്തിനെതിരെയാണ് നമ്മുടെ ഫൈറ്റ്. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. സ്വാഭാവിക ശാഖകളായിരുന്നു ഒലിവിനുണ്ടായിരുന്നത്, അതൊക്കെ അവിശ്വാസ നിമിത്തം കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളെ എന്ത് ചെയ്തു? ഒട്ടിച്ച് ചേർത്തു. നമ്മൾ അഹങ്കരിച്ചാൽ നമ്മളോടിനി കർത്താവ് കാരുണ്യം കാണിക്കുകയില്ല എന്ന് പറയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിൻ്റെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ ദൈവം നമ്മളോട് കാരുണ്യം കാണിക്കും. അഹങ്കാരത്തിലിരുന്നാൽ ദൈവം നമ്മളോട് കാഠിന്യമാണ്. രണ്ട് വശമാണ്, ഒന്ന് കാഠിന്യമുണ്ട്, കാരുണ്യമുണ്ട്. അപ്പോൾ കാരുണ്യം വേണോ? നമ്മൾ കൃപയിൽ ആകണം. കൃപയിൽ നിന്നാൽ നിന്നോട് കാരുണ്യം. പറയുകയാണ്, തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും, മനുഷ്യന് കഴിയുകയില്ല. രോഗമുള്ളവരെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും, മനുഷ്യന് കഴിയുകയില്ല. ഇനിയും ഏത് പരീക്ഷയും പാസ്സാക്കാനുള്ള ബുദ്ധി തരാൻ ദൈവത്തിന് കഴിയും. എല്ലാ കാര്യങ്ങളും ദൈവത്തിനാണ് പ്രാധാന്യം. എല്ലാം ചെയ്യുന്നത് ദൈവമാണ്, നമ്മളല്ല. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. ഇത് യഹൂദ ജനത്തെയും, അതായത് ഇസ്രായേൽ ജനത്തെയും നമ്മളെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എങ്ങനെയാണ് യഹൂദരല്ലാത്തവർ രക്ഷ പ്രാപിക്കുന്നതെന്ന് യഹൂദരല്ലാത്തവരുടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്. അതായത് അവർ പാപം ചെയ്തു, അവർ മാറിപ്പോയി, അവരെ മുറിച്ച് കളഞ്ഞു. അവർ വിശ്വസിച്ചില്ല, അവരെ ദൈവം മുറിച്ച് കളഞ്ഞു. നമ്മൾ വിശ്വസിച്ചു, നമ്മൾ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചു, നമ്മൾ വീണ്ടും ഒട്ടിച്ചേർക്കും. നമ്മൾ പശ്ചാത്തപിച്ചു, ഉദാഹരണത്തിന് നമ്മൾ ധ്യാനം കൂടി, നല്ല കുമ്പസാരം നടത്തി, തിരിച്ചു വന്നു, ഒലിവ് മരത്തോട് ഒട്ടിച്ചേർത്തു. പക്ഷേ അതിൻ്റെ കൂടെ അഹങ്കാരം വന്നാൽ, ഇതാണ് കർത്താവ് പറയുന്നത്, എല്ലാം നല്ലത്, പക്ഷേ അഹങ്കരിച്ചാൽ തീർന്നു. കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന താഴ്മയുടെ മാതൃക നമ്മൾ പിൻചെല്ലണം. നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യം അല്ല. ഏറ്റവും പ്രയാസമുള്ള സുഹൃത്തം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? താഴ്മ.
കാരണം അഹങ്കാരത്തിൻ്റെ തട്ടിലിരിക്കുന്നവർക്ക് താഴോട്ടിറങ്ങി വരുവാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ താഴാഴ്മ വാഴ്ത്തപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കർത്താവിലേക്ക് നോക്കുക, നമ്മളിലേക്ക് നോക്കുക. നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ എന്നിലേക്ക് നോക്കും, എൻ്റെ അടുത്തിരിക്കുന്ന ആളെ നോക്കും. അയാൾ എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നത്, അയാൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അയാൾ എങ്ങനെയാണ് വചനം വായിക്കുന്നത്, അയാൾ എങ്ങനെയാണ് ധ്യാനിക്കുന്നത്, എനിക്കതുപോലെയാണ്. അയാൾ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, എനിക്കതുപോലെ പ്രസംഗിക്കണം. അയാൾ എങ്ങനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്, അതുപോലെ എനിക്ക് നമ്മൾ നോക്കേണ്ടത് അങ്ങനെയല്ല. നമ്മൾ നോക്കേണ്ടത് ആരെയാണെന്നറിയാമോ? കർത്താവിനെയാണ് നോക്കേണ്ടത്. കർത്താവിനെ മാത്രം നോക്കിയാൽ, അല്ലെങ്കിൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന വികാരത്തിൻ്റെ പേരാണ്, പാപത്തിൻ്റെ പേരാണ് അസൂയ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം ഒന്നും ചെയ്യരുത്. മത്സരം എങ്ങനത്തെ പാപമാണെന്നറിയാമോ? 1 സാമുവേൽ 15-ാം അധ്യായം 22-ാം തിരുവചനം. സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. അപ്പോൾ നമ്മൾ മന്ത്രവാദമൊന്നും ചെയ്യണ്ട, പകരം എന്ത് ചെയ്താൽ മതി? കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്, മാത്സര്യം ഉണ്ടായിരുന്നാൽ മതി. എന്താണ്? നമ്മൾ എന്തിന് തുല്യമായ പാപം ചെയ്തു? മന്ത്രവാദത്തിന് തുല്യമായ പാപമാണ്. അത് കർത്താവ് കാണുന്നത്. അത് കർത്താവ് കാണുന്നതാണ്, നമ്മൾ കാണുന്ന പോലെയല്ല കർത്താവ് കാണുന്നത്. നമ്മൾ ഈ ബാഹ്യരൂപത്തിൽ കാണും, നമ്മുടെ ചിന്താഗതി ബാഹ്യമായി, നമ്മുടെ ബുദ്ധി അനുസരിച്ച് നമ്മൾ ചിന്തിക്കും. നമ്മുടെ ചിന്താഗതി അല്ല കർത്താവിൻ്റെ ചിന്താഗതി. നമ്മൾ കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത്. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. അപ്പോൾ നമ്മൾ പറയാം, ഞാൻ വിഗ്രഹമൊന്നും ആരാധിച്ചിട്ടില്ല, പക്ഷേ വാശിയുണ്ട്. എന്തിന് തുല്യരായി? നമ്മൾ വിഗ്രഹാരാധന നടത്തുന്നതിന് തുല്യമായ പാപമാണ് നമ്മൾ ശരിക്കും. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയാണ്, നമ്മൾ എന്ത് ചെയ്യരുത്? കമ്പാരിസൺ ചെയ്യരുത്. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മാത്സര്യം മൂലം ഒന്നും ചെയ്യരുത്. മത്സര്യം മൂലം ബൈബിൾ വായിക്കരുത്. മത്സരിച്ച് പ്രാർത്ഥന നടത്തരുത്. പിന്നെന്തിനു വേണ്ടിയായിരിക്കണം? സ്നേഹം മൂലം പ്രാർത്ഥിക്കണം, സ്നേഹം മൂലം ബൈബിൾ വായിക്കണം, സ്നേഹം മൂലം എല്ലാ കാര്യങ്ങളും ചെയ്യണം. 1 കൊരിന്ത്യർ 16:13-14. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ സകല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ ചെയ്യണം. ആരോടുള്ള സ്നേഹത്തിൽ? കർത്താവിനുള്ള സ്നേഹം. മഗ്ദലന മറിയം സുവിശേഷം പറയുവാനായി പോയി. എന്തുകൊണ്ടാണ്? കർത്താവിനോടുള്ള സ്നേഹം അവളിൽ കത്തിജ്വലിച്ചു. നമ്മൾ സുവിശേഷം പറയാൻ പോകുന്നില്ല. കാരണം എന്താണ്? നമ്മളിൽ ദൈവസ്നേഹം കത്തിജ്വലിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. പൗലോസ്ലീഹ പറയാണ്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, പിന്നെയോ മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഇല്ലാത്തത് ഇതുകൊണ്ടാണ്. നമുക്ക് മറ്റുള്ളവരെയൊക്കെ നമ്മളെക്കാൾ വലുതായി കാണാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് ചില കാര്യം പറയുന്നത്. അത് വലിയ കാര്യമായിരിക്കും. അവരിലൂടെ ആയിരിക്കും ദൈവം സംസാരിക്കുക. മറ്റുള്ളവരിലൂടെ ദൈവം സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ താഴ്ന്നു കൊടുക്കണം. നമുക്ക് താഴ്മയുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല ചിന്ത. നമ്മൾ തിരിച്ചാണ്. നമ്മൾ പറയും, ഞാൻ എൻ്റെ സഹോദരനേക്കാളും ശ്രേഷ്ഠനാണ്, ഞാൻ എൻ്റെ സഹോദരിയേക്കാളും ശ്രേഷ്ഠനാണ്. ഇതാണ് നമ്മുടെ ചിന്ത. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയും, പക്ഷേ ഉള്ളിൽ ചിന്ത വരുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ എനിക്കറിയാവുന്നല്ലേ, ആ പുള്ളി എനിക്കറിയാവുന്നതാണ്, ഞാനതിൽ എത്രയോ മെച്ചം എന്ന രീതി വരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ അഹങ്കാരം വരികയാണ്. അഹങ്കാരം വന്നതോടുകൂടി തീരുകയാണ്. അഹങ്കാരം വന്നാൽ പിന്നെ നമ്മുടെ ആത്മീയ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. 4-ാമത്തെ വാക്യം, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച്
മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കണം, അതിന് നമ്മൾ വിട്ടുകൊടുക്കണം. മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിഞ്ഞ് അതിന് നമ്മൾ വിട്ടുകൊടുക്കണം. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ദൈവത്തിൻ്റെ രൂപത്തിലാണ് യേശു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവൻ ദൈവമാണ്. തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു, ദാസനായി. എന്നിട്ടോ മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയി. ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ഇപ്പോൾ ആരുടെ സാദൃശ്യം എടുത്തു? മനുഷ്യൻ്റെ ഇമേജ് ഓഫ് ഗോഡാണ്, ഇപ്പോൾ ഇമേജ് ഓഫ് മാനായി. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി. അതൊരു വലിയ സംഭവമാണ്, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ദൈവം മനുഷ്യനായി വരികയാണ്, താണു വന്നു. പിന്നെയോ മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അപ്പോൾ കുരിശു മരണം എന്ന് പറയുന്നത് ഒരു താഴ്ത്തലാണ്. അപമാനം, നിന്ദനം, പരിഹാസം, ഒറ്റപ്പെടുത്തൽ, ഇതൊക്കെ ഒരു താഴ്ത്തലാണ്. നമ്മളെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന് കുരിശാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അപമാനമുണ്ടാകും, പരിഹാസമുണ്ടാകും, ഒറ്റപ്പെടുത്തും, എല്ലാവരും വിട്ടിട്ട് പോകുന്നു. സഹിക്കാൻ പറ്റാത്ത കാര്യം വന്നാലും പൊട്ടിത്തെറിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഗുണത്തിൻ്റെ പേരാണ് താഴ്മ. ദേഷ്യപ്പെടുമ്പോൾ അതും ഇതും പറയാതിരിക്കണമെങ്കിൽ അതിന് വേണ്ട ഗുണമാണ് താഴ്മ. ചുരുക്കത്തിൽ നമ്മളിലില്ലാത്തൊരു കാര്യം ഇതാണ് താഴ്മ. പൗലോസ്ലീഹ പറയുകയാണ്, മരണം വരെ, കുരിശു മരണം വരെ അനുസരണമുള്ളവനായി അവൻ തന്നെ തന്നെ താഴ്ത്തി. കഷ്ടാനുഭവങ്ങൾ, കഷ്ടം സഹിക്കുക എന്ന് പറയുന്നത് താഴ്മയുള്ളവർക്കേ പറ്റുകയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടത സഹിക്കുക എന്ന് പറയുന്നത് താഴ്മയുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. യേശുക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കുക, ഇതിനാണ് ദൈവം നമ്മളെ വിളിച്ചത്. യേശുക്രിസ്തു കഷ്ടാനുഭവങ്ങൾ ഏറ്റതുപോലെ ഞങ്ങളും കഷ്ടാനുഭവങ്ങൾ ഏൽക്കുക. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. തെറ്റു ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്? ന്യായമായിട്ട് നമ്മൾ സഹിച്ചാൽ ഒരു പ്രയോജനമില്ല. അന്യായമായിട്ട് സഹിച്ചാൽ, ന്യായമായിട്ട് സഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്തു, അതിന് അടി കിട്ടുന്നു, അതുകൊണ്ടൊരു പ്രയോജനമില്ല. നമ്മൾ തെറ്റ് ചെയ്തില്ല, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? കുറ്റപ്പെടുത്തലുകൾ മാത്രം, അടി കിട്ടുന്നു. അപ്പോൾ അത് സഹിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹകാരണമാണ്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. നന്മ ചെയ്തിട്ടും സഹിക്കേണ്ടി വന്നാൽ അത് പ്രീതികരണമാണ് ദൈവസന്നിധി. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഇവിടെ ഈ തൂത്തുട്ടി ധ്യാനകേന്ദ്രത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന നമ്മളെല്ലാവരും വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, നന്മ ചെയ്തിട്ട് സഹിക്കാൻ വേണ്ടി. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു, അത് നമുക്കറിയാം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. യേശു ക്രിസ്തു നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തു. യേശു ക്രിസ്തു നമ്മുടെ വേദനകൾ ഏറ്റെടുത്തു. ഇതൊക്കെ നമുക്കറിയാം. രണ്ടാമത്തെ ഭാഗം എന്താണെന്നറിയാമോ? ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു, നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു മാതൃക നൽകി. നമ്മൾ അനുകരിക്കുന്നതിനായി നമുക്ക് തന്നിരിക്കുന്ന മാതൃകയാണ് യേശു ക്രിസ്തു. വേറെ ഒരു മാതൃകയും നമുക്കില്ല. ഒരു മനുഷ്യനെയും നമ്മൾ മാതൃകയാക്കേണ്ട. യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടത്. അവൻ കഷ്ടത സഹിച്ചപ്പോൾ വായി തുറന്നില്ല, അഥവാ അവൻ മിണ്ടാതിരുന്നു. ജീസസ് വാസ് സൈലൻറ്റ്. അവൻ മിണ്ടാതിരുന്നു. പിലാത്തോസിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അവന് ചമ്മട്ടി കൊണ്ട് അടിയേറ്റപ്പോൾ അവൻ വേദന കൊണ്ട് ഞെരുങ്ങിയില്ല, അല്ലെങ്കിൽ പിറുപിറുത്തില്ല. അവൻ പരാതി പറഞ്ഞില്ല. പരാതിയില്ലാതെ എല്ലാം സഹിച്ചു. അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അവന് അയ്യോ സഹിക്കാൻ വയ്യായേ എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ല.
എല്ലാം സഹിച്ചിട്ട് അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല. പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. അവൻ തന്നെ പിതാവിന് ഫലമേൽപ്പിച്ചു. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ദൈവം സഹനത്തിലൂടെ കടത്തിവിടുന്നതൊക്കെ നമ്മളിലുള്ള ഞാൻ എന്ന ഭാവം, അല്ലെങ്കിൽ നമ്മളിലുള്ള അഹങ്കാരം തീർന്നു പോകാൻ വേണ്ടിയാണ്. അഹങ്കാരിക്കൊരിക്കലും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. അഹങ്കാരിക്കൊരിക്കലും കൃപ ലഭിക്കുകയില്ല. അഹങ്കാരം മനുഷ്യനെയും ദൈവത്തെയും വെറുപ്പിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അഹങ്കാരത്തിൻ്റെ കൂടെ എല്ലാ പാപവും വരും. നമ്മളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ എല്ലാ പാപവും നമ്മുടെ തേടിയിങ്ങി വരും. എന്നാൽ നമ്മുടെ ഉള്ളിൽ താഴ്മയാണെങ്കിലോ, അല്ലെങ്കിൽ താഴ്മയുടെ മനോഭാവം സ്വീകരിച്ചാലോ, കൃപ നമ്മളെ തേടി വരും. കാട്ടൊലിവായ നമ്മെ ആ ശാഖയോട് ഒട്ടിച്ച് ചേർത്തപ്പോൾ ദൈവം വിചാരിക്കുന്നത് ഇവൻ നന്നാകട്ടെ എന്നാണ്. പക്ഷേ നമ്മൾ നന്നാകുന്നതിന് പകരം അഹങ്കരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കർത്താവ് പറയുന്നു, വീണവനോട് കാഠിന്യവും കൃപയിൽ നിലനിന്നാൽ അവനോട് കാരുണ്യവും ഞാൻ കാണിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ താഴാഴ്മ വാഴ്ത്തപ്പെട്ടതാകും, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ കഷ്ടാനുഭവം വാഴ്ത്തപ്പെട്ടതാകുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ആ താഴ്മയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിന്ദിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത് അവന് രാജാവായി നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെക്കാളും മികച്ച, നമ്മളെക്കാളും ആത്മാർത്ഥതയുള്ള, നമ്മളെക്കാളും വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളെ വിളിച്ചു ചേർത്തെങ്കിൽ, തിരഞ്ഞെടുത്തു എങ്കിൽ അത് ഓർത്തുകൊള്ളുക, അവന് നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിന്ദ്യനാണെങ്കിലും ഹീനനാണെങ്കിലും നിന്നെ എനിക്ക് ഉപയോഗിക്കണം.